ആദ്യം നമുക്ക് പ്രിപ്പോസിഷൻ തുടങ്ങണോ അല്ലെങ്കിൽ നമ്പേഴ്സ് മുതൽ തുടങ്ങണോ? നമ്പേഴ്സ് മറിയ അതുപോലെ റിസ്വാൻ ഉണ്ടേനില്ല? ഉണ്ടായിരുന്നു. ഒന്നുകൂടെ എടുക്കണോ അല്ലെങ്കിൽ ആദ്യം പ്രിപ്പോസിഷൻ എടുക്കണോ? പ്രിപ്പോസിഷൻ എടുത്തോ, നമ്പർ കുഴപ്പമില്ല. ഓക്കെ, അതാരാ പറഞ്ഞേ? വൈശാഖ്. ഓക്കെ, നമുക്ക് പ്രിപ്പോസിഷൻ എടുക്കാം. സെക്കൻഡ്. അപ്പം പ്രിപ്പോസിഷൻസ്, കുറെ പ്രിപ്പോസിഷൻസ് ഉണ്ടല്ലോ ഇംഗ്ലീഷില്. ഏതൊക്കെ ഉള്ളത്? മറിയൊക്കെ ഏതൊക്കെ അറിയാം? മറിയ കേൾക്കുന്നില്ലേ? മറിയ സൗണ്ട് ക്ലിയർ അല്ലേ? അതെ. മറിയക്ക് ഏതൊക്കെ പ്രിപ്പോസിഷൻസ് അറിയാം ഇംഗ്ലീഷില്? ഇംഗ്ലീഷിൽ അതൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നമുക്ക് അറബി പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ആദ്യം വരുന്നതാണ് ഇൻ. എന്ന് പറഞ്ഞാല് ഫീ. ഓക്കെ, ഫീ എന്നാണ് ഇന്ന് പറയും. അപ്പൊ ഫീ നമുക്കറിയാം, ഇന്ന് എന്തെന്നാ ഒരു സ്ഥലത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയുമ്പോ അല്ലെങ്കിൽ ഒരു സമയമൊക്കെ പറയുമ്പം അറബിയില്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഒരു കണ്ടീഷൻ, ഒരു സ്റ്റേറ്റ് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ വെദർ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഫീ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, സമയം പറയുകയാണെങ്കിൽ അറ്റ് 5 o'clock പറയുകയാണെങ്കിൽ ഫീ 5 o'clock എന്താ പറയാ? തല തിരിഞ്ഞിട്ട് ഫീ പറയാം. അറ്റെന്ന് പറയുമ്പോഴും ഫീ തന്നെ പറയാം. അറ്റ് 5 PM എന്നല്ലേ പറഞ്ഞത്? 5. പക്ഷെ അറബിയില് ഫീ എന്നാണ് ഉപയോഗിക്കുക. അവിടെ അല്ലേ? അത് ഈ അറബിയിലെ ചില പ്രിപ്പോസിഷൻ എക്സെപ്ഷണൽ കേസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നത് വൈശാഖ് ഒന്ന് വായിക്കുക ആദ്യത്തെ സെന്റൻസ്. അനഫി അൽ ബൈത്ത് അൽ ഹൈൻ. അറബി നോക്കിയിട്ടാ വായിച്ചത്, തെറ്റുണ്ടോ? അപ്പം അനാന്ന് പറഞ്ഞാല് ഞാൻ, എനിക്ക് അക്ഷരങ്ങൾ വായിക്കാൻ അറിയാം. കൂട്ടി വായിക്കാൻ അറിയാത്ത? വായിക്കാൻ അറിയാം, ഇതറിയില്ല. സംസാരിക്കാനും മനസ്സിലാക്കണോ അറിയില്ല. ഓക്കെ. സംസാരിക്കാൻ അറിയില്ല? നമ്മള് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ? ഇല്ല, മീൻസ് ആദ്യം അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായത്. അനാന്ന് പറഞ്ഞാല് ഐ ആം. ഇവിടെ ഫീ ഇൻ. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ഹൗസ്. അൽ ഹീൻ എന്ന് പറഞ്ഞാല് ഇപ്പോൾ, റൈറ്റ് നൗ. നമ്മള് ഫസ്റ്റത്തെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്തേനു? ഹാലിയൻ അനഫിൽ ഇമാറാത്ത്, അങ്ങനെ എന്തൊരു സെന്റൻസ് പഠിച്ചില്ലേ? അപ്പൊ അപ്പൊ ഹാലിയനും അൽഹീനും ഒക്കെ ഒരേ സാധനമാണ്. റൈറ്റ് നൗ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് നൗ, കറന്റ്ലി. കൂടുതൽ ഉപയോഗിക്കുക അൽഹീൻ എന്നാണ്. അൽഹീൻ. വേറെ ഡയലക്റ്റില് ദഹീൻ അങ്ങനൊക്കെ ഉണ്ട്. ഇത് അൽഹീൻ. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് അന സാക്കിൻ ഫി ദുബൈ. അന സാക്കിൻ. നമ്മൾ അതും ഫസ്റ്റത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സാക്കിൻ എന്ന് പറഞ്ഞാൽ ലിവിങ്. ഫി ദുബൈ, ഇൻ ദുബൈ. ഐ എം ലിവിങ് ഇൻ ദുബൈ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു സ്ഥലത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഫീ. പിന്നെ അതുപോലെ സമയം പറയുമ്പോഴൊക്കെ ഫീ എന്ന് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് അൽ കിതാബ് ഫിൽ ഹഖീബ. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ദ ബുക്ക്. അൽ യൂസ് ചെയ്യുക ദ. സ്പെസിഫിക് ആയിട്ട് ഒരു ബുക്കിനെ, ഒരു കാര്യത്തിനെ പറയുമ്പോഴാണ്, ഒരു നൗണിനെ പറയുമ്പോഴാണ് അൽ എന്ന് ഉപയോഗിക്കുക.
الكتاب في الحقيبة. The book is in the bag. الحقيبة എന്ന് പറഞ്ഞാല് bag. അപ്പം ഹഖീബ എന്നും പറയും, ശംത എന്നും പറയും. എന്താണ് ശംത? ബാഗിന് ശംത എന്നും പറയും. അൽ കിതാബ് ഫിൽ ഹഖീബ അല്ലെങ്കിൽ അൽ കിതാബ് ഫിൽ ശംത, ഈ ശംത. പിന്നെ അടുത്തതാണ് അൽ ജൗ. ജൗ എന്ന് പറഞ്ഞാല് വെദർ. The weather في دبي in Dubai حار. حار اليوم is hot. اليوم എന്ന് പറഞ്ഞാൽ today. اليوم today. Okay. Tomorrow ക്ക് എന്താ പറയാ? അറിയാം. ടുമോറോക്ക് ബുക്ര എന്ന് പറയും. എന്താണ്? ബുക്ര. ബുക്ര എന്ന് പറയും, അല്ലെങ്കിൽ ബാച്ചർ എന്നും പറയും. അപ്പൊ യെസ്റ്റർഡേക്ക് എന്താ പറയാ? അംസ്. അഹ്സൻത്. യെസ്റ്റർഡേക്ക് അംസ് എന്നാ പറയാം. പിന്നെ അടുത്ത എക്സാമ്പിള് في الساعة 5. ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ട്. في الساعة 5 at 5 o'clock. കണ്ടില്ലേ യാ അഖി വൈശാഖ്? ഇവിടെ കണ്ടില്ല ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എക്സെപ്ഷണൽ ഇവിടെ. അപ്പൊ في الساعة 5 at 5 o'clock بنروح لسينما. സിനിമക്ക് നമ്മള് പോകുന്ന പറയണത്. ഓക്കെ. അടുത്തത് ഓൺ. ഇപ്പൊ നമ്മൾ പഠിച്ച ഫീ ഇൻ. അടുത്തത് ഓൺ അല. ഓക്കെ. അപ്പൊ അല നമ്മൾ എന്താ എന്തിനാ ഉപയോഗിക്കുക? ഒരു സാധനത്തിന്റെ ഒരു സംഭവത്തിന്റെ മുകളിൽ ഉണ്ടാവുമ്പോ അല്ലേ? അപ്പൊ ഇവിടെ ചിലപ്പോ ഓണ് നേരത്തെ നമ്മൾ ഫീന് അറ്റ് എക്സെപ്ഷൻ പറഞ്ഞ മാതിരി ഓണിന് അബൌട്ട് എന്നും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അല ഓണിന് ഉപയോഗിക്കാം, അബൌട്ടിന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഹത്തൈത് അൽ കിതാബ് അല ത്താവില. ഹത്തൈത് എന്ന് പറഞ്ഞാല് ഐ പുട്ട്, ഞാന് വെച്ചിട്ടുണ്ട്. അൽ കിതാബ് ദ ബുക്ക്, അല അപ്പോൺ അല്ലെങ്കിൽ ഓൺ, അത്താവില. ത്താവില എന്ന് പറഞ്ഞാല് ടേബിൾ. ഓക്കെ. ഇതിലുള്ള ഓരോ വേർഡ്സും പഠിക്കാട്ടോ, ഇതൊക്കെ ഉപകാരപ്പെടും. ജസ്റ്റ് ഈ ഒരു ഓൺ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എന്താ ഉദ്ദേശിക്കുന്നത് മാത്രം പഠിക്കരുത്. അതിൽ തരുന്ന സെന്റൻസിലുള്ള വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് സഅലത്ഹു. സഅലത്ഹു അതായത് ഞാന് അവനോട് ചോദിച്ചു. അവിടെ ഹു ലാസ്റ്റ് വന്ന ഹു എന്ന് പറഞ്ഞാൽ അവനെയാണ് ഉദ്ദേശിക്കുന്നത്. അല റഈഹി. റഈഹി എന്ന് പറഞ്ഞാല് അവന്റെ ഒപ്പീനിയൻ. ഇവിടെ ഹ അല്ലാണ്ട് റ അലിഫ് യ മാത്രം വന്നാല് ഒപ്പീനിയൻ ആവും. റഈഹി എന്ന് പറഞ്ഞാല് അവന്റെ ഒപ്പീനിയൻ. ഫി ഇൻ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സെന്റൻസിന് മാച്ച് ആയിട്ടുള്ള ഇൻ എന്നല്ല അബൌട്ട് എന്നാണ്. അപ്പം ഫിൽ മൗദൂ. മൗദൂ എന്ന് പറഞ്ഞാല് വെറും ഒപ്പീനിയൻ എന്താ പറയാ? റഈ. റഈ എന്നാ പറയാ. നമ്മൾ ചോദിക്കും വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ചോദിക്കുക. ഷു റായിക്, ഷു റായിക് എന്നാ ചോദിക്കുക. ഓക്കെ. ഷു റായിക് ആണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് പറയാം. ഓക്കെ. മൗദൂ ടോപ്പിക് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് ഹുവ ഖാഇദ് അലൽ കുർസി. ഹുവ അവൻ, ഖാഇദ് സിറ്റിംഗ് അവൻ ഇരിക്കുക, അല ഓൺ അപ്പോൺ, അൽ കുർസി. കുർസി എന്ന് പറഞ്ഞാല് കസാര. അപ്പൊ ടേബിളിന് എന്തേനി യാ അഖി വൈശാഖ്? അതന്നെ താ. ബാക്കി മറിയ കംപ്ലീറ്റ് ചെയ്തോ? എന്നതിനാ ടേബിളിന് എന്താ പറയാ? ത്വാവില.
താവില അഹ്സൻതി. ടേബിൾക്ക് താവില ചേർന്ന് കുർസി. കുർസി. ഇനി അടുത്തതാണ് അബൌട്ട്. അബൌട്ട് എന്ന് പറഞ്ഞാല് അബൌട്ടിന്റെ അറബി പറയാ അൻ. അൻ എന്നാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത് تحدثت عن الموضوع المهم في الاجتماع. ഇവിടെ രണ്ട് പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്, ഒന്ന് ഫിയും അതുപോലെ അന്നും. അപ്പം തഹദ്ദസ്ത് എന്ന് പറഞ്ഞാല് അവള് സംസാരിച്ചു. തഹദ്ദസ്ത്, ഷീ ടോക്ഡ്. അൻ എന്തിനെ കുറിച്ച്? അബൌട്ട് അൽ മൗദൂ അൽ മുഹിം, ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്. എവിടെ? ഫി അൽ ഇജ്തിമാ. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, ഇൻ ദ മീറ്റിംഗ്. ഓക്കെ, പിന്നെ അടുത്തതാണ്, ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. മീറ്റിംഗിന് ഇജ്തിമാറോ? അതൊന്നുകൂടെ പറയാമോ? ഇജ്തിമാർ. മാറല്ല, മാഅനാണ്. ഇജ്തിമാ. ഓക്കെ, ഓക്കെ. അടുത്തതാണ്, അടുത്ത എക്സാമ്പിൾ ആണ് സഅലത്ഹു. ഞാൻ അവനോട് ചോദിച്ചു. എന്തിനെ കുറിച്ച്? അല. ഇവിടെ അല എന്നാ വന്ന്. സഅലത്ഹു അല എന്നും പറയാം, അന്നെന്നും പറയാം കേട്ടോ, രണ്ടും ശരിയാണ്. സഅലത്ഹു അൻ അല്ലെങ്കിൽ അല റഈഹി, അവന്റെ ഒപ്പീനിയൻ. എന്തിനെ പറ്റി? ഫി അൽ ഫിലിം. ഫി അൽ ഫിലിം. ഫിലിമിന് ഫിലിം അല്ല, മൂവിക്ക് ഫിലിം തന്നെ പറയാം കേട്ടോ. പിന്നെ അടുത്ത് അബ്നി. അബ്നി, അബ്നി എന്ന് പറഞ്ഞാല് ഗിവ് മീ. ലാസ്റ്റ് യാ ആഡ് ചെയ്തത് മീ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അബ്നി, എനിക്ക് താ. മഅലൂമാത്ത്. മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ. അൻ എന്തിനെ കുറിച്ച്? അബൌട്ട് അൽ മക്കാൻ. മക്കാൻ എന്ന് പറഞ്ഞാല് ദ പ്ലേസ്. അൽ മക്കാൻ, ദ പ്ലേസ്. മക്കാൻ എന്ന് പറഞ്ഞാൽ വെറും പ്ലേസ്. അപ്പൊ അബ്നി മഅലൂമാത്ത് അനിൽ മക്കാൻ, give me information about the place. Okay. അടുത്തതാണ് ഫോർ. ഫോറിന് ആശാൻ എന്നും പറയും, മിഷാൻ എന്നും പറയും. ആശാൻ അല്ലെങ്കിൽ മിഷാൻ. ഓക്കെ, അതോരോ ഡയലക്റ്റിലാണ് കൂടുതൽ. ഇവിടെ ഉപയോഗിക്കുക, ഇമറാത്തിൽ ഉപയോഗിക്കുക ആശാനാണ് കൂടുതലും. അപ്പം അതിൽ ഒരു എക്സാമ്പിൾ തന്നത് അബ. അബ എന്ന് പറഞ്ഞാല് എനിക്ക് വേണം, ഐ വാണ്ട്. ഓക്കെ, അബ എന്നൊക്കെ കുറെ യൂസ് ചെയ്യും ആൾക്കാർ. നമ്മളെ സംസാരത്തിലൊക്കെ നമ്മൾ കുറെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വേർഡാണ് ഐ വാണ്ട് എന്നുള്ള. അബ. അബ ഫുലൂസ്, എനിക്ക് പൈസ വേണം. ഐ വാണ്ട് ഫുലൂസ്, മണി. അഷാൻ ഫോർ അൽ ബെൻസീൻ. അൽ ബെൻസീൻ എന്ന് പറഞ്ഞാല് പെട്രോൾ. ഓക്കെ, പിന്നെ വേറൊരു അഷാന് ഫോർ മാത്രല്ല, ബിക്കോസ് ഓഫ്. ബിക്കോസ് ഓഫിനും പറയാ അഷാൻ എന്നാണ്. എല്യോം. എല്യോം എന്ന് പറഞ്ഞാല് എല്യോം. ഇജാസ. ഇജാസ എന്ന് പറഞ്ഞാല് ഹോളിഡേ, ലീവ് എന്നൊക്കെ പറയൂട്ടോ. എല്യോം ഇജാസ, ഇന്ന് ഹോളിഡേ ആണ്. എന്തുകൊണ്ട്? അഷാൻ ബിക്കോസ് ഓഫ് എല്യോം അൽ വത്തനി, നാഷണൽ ഡേ. നാഷണൽ അൽ വത്തനി എല്യോം ഡേ. അറബിയിൽ എഴുതുമ്പം ഫസ്റ്റ് ഡേ എഴുതിയിട്ട് പിന്നെ നാഷണൽ എഴുതാ ചെയ്യാം. എല്യോം അൽ വത്തനി. എല്യോം ഇജാസ അഷാൻ اليوم الوطني എന്ന് പറയാം. اليوم إجازة مشان اليوم الوطني എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ഇല. ഇല എന്ന് പറഞ്ഞാൽ ടു. ഓക്കെ, ഇതിപ്പം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോണ ആ ഒരു ഇതിന് പറയുന്നതാണ് ടു. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണ്ട് എന്ന് പറയല്ലോ. അപ്പൊ ആ ഒരു ടൂന്ന് ഉപയോഗിക്കുന്നതാണ് ഇല. അപ്പൊ ഇവിടെ പറഞ്ഞത് റൊഹ്ത് ഇല ഷാരിഖ. റൊഹ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. റൊഹ്ത് ഇല എന്ന് പറഞ്ഞാൽ ടു, അഷാരിഖ ഷാർജ. പിന്നെ വേറെ എക്സാമ്പിൾ അന റാഹ്, ഞാൻ പോവാണ്. ഇലൽ മസ്ജിദ്. അന റാഹ് ഇലൽ മസ്ജിദ്, ഞാൻ പോവാണ് ഇങ്ങോട്ട്. ടു ദ മോസ്ക്, ടു ദ മസ്ജിദ്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്.
മിനിറ്റ്. ആകെ മറിയ, റിസ്വാൻ, വൈശാഖ് അല്ലെ. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, പറ്റുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞോളൂ. നമ്മള് കുറച്ച് ഇത് പറഞ്ഞില്ല, പ്രിപ്പോസിഷൻസ് പറഞ്ഞില്ല, അപ്പൊ അത് ആഡ് ചെയ്തിട്ട് പറയാം. ആദ്യം മറിയ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ലേഡീസ് ഫസ്റ്റ്. അപ്പൊ ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്, നമ്മൾ പറഞ്ഞതാ. അൽ കിതാബ് ഫി ഹക്കീബ. أحسنتي. الكتاب في الحقيبة. إني رزوان. Yes ma'am. أيوة. The keys are in my pocket. കീസിന്റെയും പോക്കറ്റിന്റെ അറബി. എന്നാ പിന്നെ അതിന്റെ ഇടയില് ഇന്നാടേതാ മതിയല്ലോ അല്ലേ. കീസിന് പറയണതാണ് അൽ മഫാത്തിഹ്. അൽ മഫാത്തിഹ്. അൽ മഫാത്തിഹ്. ഇനി മൈ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ, പോക്കറ്റ് അല്ല, മൈ പോക്കറ്റ് എന്ന് അറിയില്ല, പോക്കറ്റ് പറഞ്ഞുതരാം. പോക്കറ്റിന് ജൈബ് എന്നാ പറയാ. പറഞ്ഞു. ജൈബ്. കീസ് ആർ ഇൻ അല്ലേ? The keys are in my pocket. അൽ മഫാത്തിഹ് ഫിൽ ജൈബി. ഫിൽന്ന് ഞാൻ പറഞ്ഞോ, ഇൻ ദ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞില്ലല്ലോ. ആർ എന്ന് പറയുമ്പോ അങ്ങനെ അറിയാം. അറബിയിലല്ല. ഓക്കെ. ഓക്കെ. എന്താ പറഞ്ഞേ? The keys are in my pocket. Keys are in my pocket. പറഞ്ഞോ, നേരത്തെ പറഞ്ഞേ. മഫാത്തിഹ് മഫാത്തിഹ് ഫിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ദ മൈ പോക്കറ്റ് എന്നില്ല, ഇൻ മൈ പോക്കറ്റ് എന്നുള്ളൂ. Okay. So it will be al-mafati in my pocket പറയുമ്പോ ഇങ്ങനെ പറയാ? ഇന്നിനെ ഫീ. ഫീ. അപ്പൊ ദ കീസ് ആർ ഇന്ന് വരെ ആയി. ഇനി മൈ പോക്കറ്റിന് എന്താ പറയാ? ജൈബി. അങ്ങനെ എന്താ പറയാ? ജൈബി. അത്രേ ഉള്ളൂ. അൽ മഫാത്തിഹ് ഫി ജൈബി. ഫി ജൈബി. ഓക്കെ. അൽ മഫാത്തിഹ് ഫി ജൈബി. ഫി ജൈബി എന്നാണ് ഫി ജൈബി. ഫി ജൈബി. ഓക്കെ. ഇനി യാ അഖി വൈശാഖ്. Yes ma'am. The food Hello. is in the fridge. കേൾക്കുന്നില്ലേ? The food is in the fridge. ഫുഡ് അല്ലേ? ഫുഡ് എന്താ? ഫുഡിന് എന്താ പറയാ? ഫുഡിന് ഒന്നെങ്കിൽ തആം എന്ന് പറയാ, അല്ലെങ്കിൽ അക്കൽ എന്ന് പറയാം. തആം അല്ലെങ്കിൽ അക്കൽ എന്ന് പറയാം. താം എന്നാണ് തൈൻ? തആം. ഓക്കെ. അക്കൽ പറഞ്ഞു. അക്കൽ ഫി അൽ ഫ്രിഡ്ജ്. എന്താ ഫ്രിഡ്ജ്? അക്കൽ ഫി അൽ തലാജ. അൽ ഫ്രിഡ്ജ് അല്ല, തലാജ. പിന്നെ ഒക്കെ അല്ലിട്ട് പറയാലോ നമുക്ക്. ഇനി അടുത്തത് യാ അഖി ആഷിഖ്. Yes. السلام عليكم. وعليكم السلام ورحمة الله. كيف حالك؟ الحمد لله. ليش تأخر؟
ليش تأخر اليوم؟ ليش നാളെ എന്തിനു? ليش എന്ന് പറഞ്ഞാല് വൈ. ലീഷ് പോയി. ഇന്നെന്താ ലേറ്റ് ആയത്? ഇങ്ങനെ ഇന്ന് ലേറ്റ് ആയത് ചെറിയൊരു മഷൂൾ ഉണ്ടായിരുന്നു, ബിസി ഉണ്ടായിരുന്നു. كنت مشغول. യെസ്. അപ്പൊ كنت مشغول എന്ന് പറയാം. I was busy. كنت. كنت. ഇനി എന്നാല് تفضل يا أخي عاشق പറഞ്ഞോ. My phone is in the car. ഫോൺ കാറിലാണ്. ഫോൺ എന്താ പറയാ? ഫോണിന് ഒന്നെങ്കിൽ ടെലിഫോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ജവാലാണ് ഉപയോഗിക്കുക. ജവാലോ? ജവാലി. جوالي سيارة. أحسنت، جوالي في السيارة. يا أختي مريا، دي കിൻതല്ല പറഞ്ഞു വാസിന്. كنت അല്ലെങ്കിൽ كنت എന്ന് പറയും. My glasses are on my head. Glasses are on my head. എനിക്ക് ഗ്ലാസസിന്റെ ഹെഡിന്റെ ഒന്നും അറബി അറിഞ്ഞൂടാ. ചോദിച്ചാ മതി. ക്ലാസസിന് പറയാണ് നവാറ. ഹെഡിന് പറയാ റസ്. ഓക്കെ. ഇനി പറഞ്ഞു മൈ ഗ്ലാസസ് ആർ ഓൺ മൈ ഹെഡ്. പറഞ്ഞു അനനസാറ. അനനല്ലാറ എന്ന് പറഞ്ഞാല് ഞാൻ ഗ്ലാസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, അപ്പൊ എന്റെ എന്നുള്ളതിനായിരുന്നു. എന്റെ എന്താ ആഡ് ചെയ്യും നമ്മള്? അൽ. അൽ എന്ന് പറഞ്ഞ ദ എന്നാണ്. നമ്മള് ഫസ്റ്റത്തെ ചാപ്റ്റർ പറഞ്ഞ എന്റെ പേര്, എന്റെ വയസ്സ് എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങിയേ. ഇസ്മി അംരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൈ നെയിം. ഇവിടെ മൈ ക്ലാസ്. അപ്പൊ ഇസ്മി നദ്ദാറ പറയുമോ? ഇസ്മി നല്ലാറ മറിയ. ഇസ്മി എന്ന് പറഞ്ഞാൽ മൈ നെയിം എന്നാണ്. ഓക്കെ, ഇസ്ം നെയിം. ഇസ്മീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാല് യാശ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈ നെയിം ആവും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇവിടെ നവാറ എന്ന് പറഞ്ഞ ഗ്ലാസസ്. മൈ ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തോട്ടെ ലാസ്റ്റ്. മനസ്സിലായില്ല. നവാറ ഗ്ലാസസ്. അനാന്ന് പറഞ്ഞാൽ ഞാനാണ്. എന്റെ എന്ന് പറയുമ്പം നമ്മള് പൊസസീവ് പ്രണവ്. എന്റെ എന്ന് പറയുമ്പം നവാറ തീ. നവാറ എന്നാണ് വേർഡ്. നവാറ ലാസ്റ്റ് ഒരു യാ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നവാറ തീ. ഓക്കെ, നദ്ദാറത്തി ഓൺ ഓൺ മൈ ഹെഡ്. ഓൺ റാസ്തി. ഓൺ റാസിന്നോ? ഓൺ എന്താ നമ്മള് പഠിച്ചറിയില്ലേ? ഓണിന് പഠിച്ചത് അല്ല. അതന്നെ. അപ്പൊ അല കൂട്ടി കൊടുക്ക്. നദ്ദാറത്തി അല റാസി. അത്രേ ഉള്ളൂ. നദ്ദാറത്തി ഓൺ റാസി എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഇനി അഖി റിസ്വാൻ. أيوة. The cat is on the bed. القط
അല ബെഡിന് എന്താ പറയാ? ബെഡിന് സരീർ. കിത്ത് അലൽ സരീർ. കിത്ത് അലൽ القط على السرير. القط على السرير. يا أخي ويش. ഈ പുതിയ പുതിയ വേർഡ്സ് എല്ലാരും നോട്ട് ചെയ്തോളൂ കേട്ടോ. يا أخي ويشاك. യെസ് മാം. ഹലോ. കേൾക്കാം. അപ്പം വൈശാഖ് പറഞ്ഞോളൂ. he is traveling to Egypt. ഹു മുസാഫിർ അനന്ത. എന്താണ് ഹീന് എന്താ പറയാ? ഹു ഹുവ മുസാഫിർ. മുസാഫിർ. ഇല ഈജിപ്തിന് ഈജിപ്റ്റ് തന്നെയാണോ? അല്ലല്ല, ഈജിപ്തിന് മിസ്ർ എന്നാ പറയാ. മിസ്ർ. ഓക്കെ. അപ്പൊ ഹുവ മുസാഫിർ അല്ല മിസ്ർ. ഈ മുസാഫിർ അല്ല വരാ, മുസാഫിർ ഹുവ യുസാഫിർ എന്നാ വരാ. ഓക്കെ, യുസാഫിർ എന്നാ വരാ. ട്രാവൽ ആവും. ഇത് അവൻ ട്രാവൽ ചെയ്യണോണ്ട് ഹുവ യുസാഫിർ ഇല മിസ്ർ. ഇബിൻ മിസ്ർ. ഓക്കെ. ട്രാവലിന് പറയുന്ന മുസാഫിർനാ? മുസാഫിർ. ഓക്കെ, അപ്പൊ അത് മതി ആ ചാപ്റ്റർ. ഇനി കുറച്ച് നെഗറ്റീവ് വേർഡ്സ്. ഓക്കെ, കുറച്ച് നെഗറ്റീവ് വേർഡ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് കുറച്ച് നെഗറ്റീവ് വേർഡ്സ് കാണാൻ. സഅൽതഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ചോദിച്ചു. സഅല ചോദിച്ചു എന്നറിയാം. ഐ ആസ്ഡ് എന്നാണ് സഅല. സഅൽതഹു ഹു വന്നു കഴിഞ്ഞാല് അവനോട് ചോദിച്ചു. ഇനി ഇവിടെ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. മു, ല, മുബ്, മുഷ്, മ ഇതൊക്കെ നെഗറ്റീവ്. നമ്മളിപ്പം നോട്ട്, ഡോണ്ട് ഇതൊക്കെ പറയല്ലോ. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തെ ചില വേർഡ്സ്. അപ്പൊ ഇതില് നമ്മൾ അറബി സംസാര ഭാഷയിൽ ഇപ്പം നൗണ്, അതായത് പേരിന് അറബി പറയാ ഇസ്ം. അപ്പൊ നൗണ് ഇസ്ം. അപ്പൊ ഈ ഇസ്മുകളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വേർഡാണ് യൂസ് ചെയ്യാറ്. ഒന്ന് മുബ്, ഈ കാണുന്ന മുബ്, അല്ലെങ്കിൽ മുഷ്, അല്ലെങ്കിൽ മു. ഓക്കെ, മുബ്, മുഷ്, മു. ഇസ്മുകളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നൗണുകളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 വേർഡ്സ് യൂസ് ചെയ്യാം. പിന്നെ 3 നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ആക്കാം കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ വെർബ് അല്ലെങ്കിൽ ക്രിയ ആണല്ലോ മലയാളത്തിൽ വെർബിന് പറയല്ലേ. അപ്പൊ ക്രിയന്റെ കാര്യത്തില് അതിനെ നെഗറ്റീവ് ആക്കാന് നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഈ മാ എന്നാണ് അറബിയില് യൂസ് ചെയ്യാറുള്ളത്. വേണമെങ്കിൽ 3 പറയാട്ടോ. പറയാം അല്ലെങ്കിൽ മാ എന്നറിയാം വേർബിന്. പക്ഷെ നൗണിന് മുബ്, മ, മുഷ്. ല എന്ന് പറഞ്ഞാല് നോ എന്നർത്ഥം വരുന്നതാണ് ഇല്ല. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് വേണം നോക്കാം. അനമു അല്ലെങ്കിൽ അനമുബ്, ഫാദി അല്യവും. ഫാദി എന്ന് പറഞ്ഞാൽ ഫ്രീ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അല്യവും എന്ന് പറഞ്ഞാൽ ടുഡേ. അപ്പൊ ഞാൻ ഇന്ന് ഫ്രീ അല്ല എന്നാണ് പറയണത്. അപ്പം ഞാൻ ഇന്ന് ബിസി അല്ല എന്ന് എങ്ങനെയാ പറയാ? ആരല്ലേ? ആഷിഖ്, ഞാനിന്ന് ബിസി അല്ല. ആഷിഖ് ബിസി ആയില്ലേ? ഞാൻ ബിസി അല്ല. ഞാൻ ഇന്ന് ബിസി അല്ല എന്ന് എങ്ങനെയാ പറയാ?
ആ ഞാൻ ഇന്ന് ബിസി അല്ല. ഇനി ബിസി അല്ലാന്നോ? ഞാൻ ഇന്ന് ബിസി അല്ല. അന മഷ്ഗൂൽ എന്നാണോ? അത് ഞാൻ ബിസി അല്ല എന്നാണ്. ഞാൻ ഇന്ന് ബിസി അല്ല എന്നാ പറഞ്ഞത്. അല്ലയോ അന മഷ്ഗൂൽ അല്ലയോ? മഷ്ഗൂലല്ലയോ? ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് അനമു അല്ലെങ്കിൽ അനമുബ് അല്ലെങ്കിൽ അനമുഷ് എന്ന് ഉപയോഗിക്കാം. നാഇമ നാഇമ എന്ന് പറഞ്ഞാല് സ്ലീപ്പിംഗ്. ഐ എം നോട്ട് സ്ലീപ്പിംഗ്. ഓക്കെ. അനമുബ് അല്ലെങ്കിൽ അനമു നാഇമ എന്ന് പറയും. പിന്നെ അടുത്തത് മാ ഇൻദി ഫുലൂസ്. ഐ ഹാവ് നോ മണി. ഓക്കെ. മാ എന്ന് പറഞ്ഞാല് നോട്ട് എന്നർത്ഥം വരാം. എന്റെ ഇല്ല എന്നുള്ള അർത്ഥം. മാ ഇൻദി എന്ന് പറഞ്ഞാൽ എന്റെ ഉണ്ട്. മാ ഇൻദി എന്റെ ഇല്ല. മാ ഇൻദി ഫുലൂസ്. ഓക്കെ. ഇനി അടുത്തത് മാ ഇൻദി ഫിക്ര. ഫിക്ര എന്ന് പറഞ്ഞ ഐഡിയ. മാ ഇൻദി ഫിക്ര. അപ്പൊ ഞാൻ ചോദിക്കുക ഡു യു ഹാവ് എനി ഐഡിയ? അതെങ്ങനെ അറബി ചോദിക്കുക? മാ ഇൻദി ഫിക്ര അല്ല. ഡു യു ഹാവ് എനി ഐഡിയ അറബി പറയാ ഇൻദക്. ഇൻദക് എന്ന് പറഞ്ഞാൽ നിന്റെ ഉണ്ടോ? ഇൻദക്. ഐ ഫിക്ര എനി ഐഡിയ. ഐ എന്ന് പറഞ്ഞാൽ എനി അർത്ഥം വരുന്നതാണ്. ഓക്കെ. ഇൻദക് ഐ ഫിക്ര എന്ന് പറഞ്ഞാല് നിന്റെ ഐഡിയ ഉണ്ടോ? അപ്പൊ മറിയ പറയാ എന്റെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്താ പറയാ? മാ ഇൻദി ഫിക്ര. മാ ഇൻദി ഫിക്ര. മാ ഇൻദി ഫിക്ര എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. ഓക്കെ. അല്ലെങ്കിൽ മാ ഇൻദി ഐ ഫിക്ര എന്ന് പറയാം. എന്റെ ഒരു ഐഡിയ ഇല്ല എന്ന് പറയാം. ഇനി അടുത്തതാണ് ലാ അഹബ്. ഓക്കെ. ലാ അഹബ്. ലാ അഹബ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലവ്. എനിക്കിഷ്ടല്ല. അഹബിടെ അഹബിലുള്ള അലിഫാണ് ഐ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാ അഹബ്. ഹുബ് എന്ന് പറഞ്ഞാല് ലവ്. അഹബ് എന്ന് പറഞ്ഞാൽ ഐ ലവ്. ലാ അഹബ് ഐ ഡോണ്ട് ലവ്. ലാ തുഖൂൽ യു ഡോണ്ട് സേ. ഓക്കെ. ഇത് നമ്മള് ഒരു നെഗറ്റീവ് കമാൻഡ് ചെയ്യണ സമയത്തും നമുക്ക് ലാ ഉപയോഗിക്കാം. നമ്മളൊരു കാര്യം പ്രോഹിബിറ്റ് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് ലാ എന്ന് ഉപയോഗിക്കാം. ലാ ടെക്സ്റ്റുബ് എന്ന് പറഞ്ഞാൽ നീ എഴുതണ്ട, നീ എഴുതല്ലേ എന്നറിയാം. ലാ തഖ്റ നീ വായിക്കില്ല. അതുപോലെ ലാ തഖൂൽ നീ പറയില്ല. ലാ യു ഡോണ്ട് സേ. ഓക്കെ. ഇപ്പം നമ്മളെ കുറച്ചും കൂടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ലാ തഖ്വൽ എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് സേ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മളേലും പ്രായമുള്ള ആൾക്കാരോട് നമ്മള് യു ഡോണ്ട് സേ എന്ന് പറയത്തില്ലല്ലോ. എഴുതരുതേ എന്ന് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് പോലെ പറയുവാണെങ്കിലോ അങ്ങനെ തന്നെയാണോ പറയണ്ടേ? ലാ തഖ്വ. ഇത് നമ്മള് അതിന്റെ മുന്നേ ലൗ സമഹ്ത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല ഒരു വേർഡ്. പ്ലീസ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ പ്ലീസ് ഡോണ്ട് റൈറ്റ് എന്ന് പറയല്ലോ. പ്ലീസ് ലാ തഖ്വൽ. ലാ തഖ്വൽ. ഓക്കെ. അടുത്തതാണ് മുഷ്കില. മുഷ്കില അല്ലെങ്കിൽ മുഷ്കില എന്ന് പറയാം. അല്ലെങ്കിൽ മാഫി മുഷ്കില എന്നല്ല നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം. അപ്പൊ മുഷ് പറയാ, മൂ പറയാ, മുബ് പറയാ, ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്തതാണ് ലാ തൽഅബ് ബിസ്സയ്യാറ. ഇതും അതുപോലെ ഒരു കമാൻഡാണ്. അവിടെ ലാസ്റ്റ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കാണും. അപ്പം ലാ തൽഅബ് ഡോണ്ട് പ്ലേ, നീ കളിക്കരുത്. ബിസ്സയ്യാറ. ബി എന്ന് പറഞ്ഞ വിത്ത് ആണ്. ഈ ബിയും ഒരു തരത്തിലുള്ള ഒരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. ബി പറഞ്ഞ വിത്ത് ആണ്. ബി വരും മഅന്നും വരും വിത്തിന്. അപ്പൊ മഅസ്സയ്യാറ എന്നും പറയാം, അല്ലെങ്കിൽ ബിസ്സയ്യാറ. ലാ തൽഅബ് ബിസ്സയ്യാറ. ഓക്കെ. അടുത്ത് മാ ഇൻദന വഖ്തുൽ യൗം. മാ ഇൻദന ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഞങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, വി. അപ്പൊ മാ ഇൻദന വി ഡോണ്ട് ഹാവ്. വഖ്ത് എന്ന് പറഞ്ഞാല് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ സമയം, ടൈം. വഖ്തിന്റെ പ്ലൂറൽ ആണ് ഔഖാത്ത്. ഓക്കെ.
ടൈംസ് എന്ന് പറയല്ലോ. അപ്പം മാ ഇൻദന വഖ്ത് അൽയൗം, ഇന്ന് നമുക്ക് സമയമില്ല. വി ഡോണ്ട് ഹാവ് ടൈം ടുഡേ. ഇനി അടുത്ത് അസ്സയ്യാറ, സയ്യാറ എന്ന് പറഞ്ഞാൽ കാർ. അസ്സയ്യാറ മുബ് അല്ലെങ്കിൽ മുഷ് അല്ലെങ്കിൽ മു ഉപയോഗിക്കാം. ജദീദ, ജദീദ എന്ന് പറഞ്ഞാൽ ന്യൂ. അപ്പം ദ കാർ ഇസ് നോട്ട് ഓൾഡ് എന്ന് എങ്ങനെ പറയാ? ജദീദ. അത് ന്യൂ അല്ല എന്നല്ല പറഞ്ഞേ, ഞാൻ ഓൾഡ് അല്ല എന്നാ പറഞ്ഞു. ഓൾഡിന് പറയാ ഖദീമ. ഗദീമ. ഖദീമ അല്ലെങ്കിൽ ഖദീമ. അസ്സയ്യാറ മുബ് ഖദീമ അല്ലെങ്കിൽ അസ്സയ്യാറ മുഷ് ഖദീമ അല്ലെങ്കിൽ അസ്സയ്യാറ മു ഖദീമ. ഓക്കെ. ഇനി അടുത്തത് അൽ ജൗ. അൽ ജൗ എന്ന് പറഞ്ഞാല് വെദർ അല്ലെങ്കിൽ ദ അറ്റ്മോസ്ഫിയർ എന്നും പറയാം. മുബ് നോട്ട്, മുഅ്തദിൽ. മുഅ്തദിൽ എന്ന് പറഞ്ഞാല് മോഡറേറ്റ്. ദ അറ്റ്മോസ്ഫിയർ ഇസ് നോട്ട് മോഡറേറ്റ്. പിന്നെ സൗത്തിക് മു വാദിഹ്. സൗത്ത് എന്ന് പറഞ്ഞ സൗണ്ട്. സൗത്തിക്ക് കൂടെ ഒരു കാഫ് ആഡ് ചെയ്താല് യുവർ വോയിസ്, യുവർ എന്നർത്ഥം വരും. മു എന്ന് പറഞ്ഞ നോട്ട്, വാദിഹ് എന്ന് പറഞ്ഞ ക്ലിയർ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാണ്, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം സൗത്ത് വാദിഹ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? صوتك واضح. എങ്ങനെ? صوتك واضح. സൗത്തിക്ക് വാദിഹ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയില്ലേ അതേ, നിങ്ങളെ സൗണ്ട് ക്ലിയർ ആണെന്ന്. അപ്പൊ ആദ്യം അതേ എന്ന് പറയണ്ടേ? അതേന്ന് എന്താ അറബി പറയാം? ايوه صوتك واضح. ايوه صوتك واضح അല്ലെങ്കിൽ ايوه صوت واضح. ഓക്കേ. ഇനി സൗണ്ട് ഇസ് വെരി ക്ലിയർ. വെരി എന്ന് പറയാ സൗത്ത് മറ വാദിഹ് എന്ന് പറയാം. ഓക്കെ. മറ എന്ന് പറഞ്ഞാല് വെരി എന്നർത്ഥം വരും. സൗത്ത് മറ വാദിഹ്. അപ്പൊ അത് അത്ര തന്നെ ഉള്ളൂ. എന്നാ ഞാന് യാ അഖി ആഷിഖ്. ആഷിഖിനെ കേൾക്കാമോ? കേക്കാം. കേൾക്കാം. ഓക്കെ. അപ്പോൾ ആഷിഖ് പറയാണ് ദ ഫുഡ് ഇസ് നോട്ട് ഗുഡ്. അപ്പൊ അതെങ്ങനെ പറയാ? الطعام جدا ده أحسنتم. ഗുഡ് നമ്മൾ പഠിച്ചില്ലേ? നമ്മള് പഠിച്ചാണ്. എന്തില് ഹൗവാറിയ ചോദിക്കുമ്പോ എന്തൊക്കെ പറയണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ തമാം, തയ്യബ്, സൈൻ എന്നൊക്കെ പറയാം. സൈൻ എന്ന് പറയാം. اوكي الطعام مبزين. الطعام اللي الأكل مو بزين. أوكي. يا أختي ماريا don't go there. Don't go there. അതൊരു കമാൻഡ്. ഒരു കമാൻഡ് ടൈപ്പിന് എന്താ യൂസ് ചെയ്യല് സാധാരണ? ഞാനെന്തോ പറഞ്ഞില്ല. ഏത് നെഗറ്റീവ് വേർഡ്? ല. ഗോയ്ക്ക് എന്നായിരുന്നു? റൂഹ്. റൂഹ്. ലാ റൂഹ്. ലാ റൂഹ് അറിയില്ല. നിന്നോട് പറയാണ്. അപ്പം നിന്നോട് പറയുമ്പം ലാ റൂഹ്. ലാ റൂഹ്. ലാ റൂഹ്. അവിടെ അങ്ങോട്ട് എന്താ പറയാ? ദേറിന് എന്താ പറയാ? നമ്മളെ ആക്ടിവിറ്റിയിലില്ലേനോ ദേറോ ഹിയറോ ഏതോ ഇല്ലേനോ?
ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടാണ്. എന്താ പറയുന്നത്, പുതിയ പുതിയ വേർഡ്സ് കണ്ടാൽ നോട്ട് ചെയ്യാ, പഠിക്കാം. ഓക്കെ, ലാ തുറൂഹ് ഹിനാക്ക്. ഹിനാക്ക് എന്ന് പറഞ്ഞാലാണ് there. ഓക്കെ. ഹിനി എന്ന് പറഞ്ഞാല് ഹിയർ. ഇവിടെ നമ്മള് സ്റ്റാൻഡേർഡ് അറബിയിലും ഹുന ഹുനാക്ക് എന്ന് പറയും, പക്ഷെ നമ്മള് ഡയലക്ട് പറയുമ്പോൾ ഹിന അല്ല ഹിനി അല്ലെങ്കിൽ ഹിനാക്ക്, അല്ലെങ്കിൽ ഹിനിയും പറയും ഹിനാന്നും പറയും കേട്ടോ. ഹിനി അല്ലെങ്കിൽ ഹിന മീൻസ് ഹിയർ, ഹിനാക്ക് മീൻസ് there. ഓക്കെ, ഇനി യാ അഖി റിസ്വാൻ. ايوه I am not tired. انا مو تعبان. أحسنت. أنا مو تعبان. تعبان ആണ് എന്താണ് tired എന്ന് പറയാം. ഓക്കെ, പിന്നെ യാ അഖി വൈശാഖ്. യെസ് മാം. I don't have a pen. ഒന്നോട് പറയാം. I don't have a pen. ലിയാദ് കലം. ലദിയ കലം. അല്ല, ഐ ഡോണ്ട്. I don't അല്ല, ഒരു മിനിറ്റ്. ഡോണ്ടിന് എന്തേനി? ലൈസ ഈസ് സ്റ്റാൻഡേർഡ് അറബി. നമ്മളിപ്പം കുളോക്കിയലാ പഠിക്കുന്നത്. അപ്പം നമ്മള് കൊറേ വേർഡ്സ് പറഞ്ഞില്ലേ, മറ്റേതല്ല, ഫസ്റ്റ് അല്ല. ഇതെന്താ പറയാ? ഐ ഡോണ്ടിന് എന്താ പറയാ? ഒന്നോട് പറഞ്ഞാലും ഐ ഡോണ്ട് ഹാവിന് പറയാ മാ ഇൻദി. ഇൻദി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, എനിക്കില്ല എന്ന് പറയുമ്പോ മാ ഇൻദി. ഓക്കെ, ഹിന്ദി. ഓക്കെ, മാ ഹിന്ദി അൽ കലം. കലം മാത്രം. കലം. എ പെൻ എന്ന് പറയുമ്പോഴും കലം തന്നെ പറഞ്ഞു. അതെ, എ പെൻ എന്ന് പറഞ്ഞാൽ കലം, ദ പെൻ എന്ന് പറഞ്ഞാല് അൽ കലം. അൽ കലം. ഓക്കെ. പിന്നെ യാ അഖി സികെ. ഹായ്, അസ്സലാമു അലൈക്കും. هلا صوت واضح؟ يا أخي اللي أختي أسيك. هل صوتي واضح يا أختي مريم؟ هل صوتي واضح؟ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ കുറച്ചേരം മുന്നേ പറഞ്ഞില്ലേ, സൗത്ത് വാദിഹ് എന്തേന്? സൗത്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട്, വാദിഹ് എന്ന് പറഞ്ഞാൽ ക്ലിയർ. ദാദാ ഞാൻ കാണിച്ചുതരാം. നല്ല മറവിയാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാം, ഹൽ സൗത്തി വാദിഹ്, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? മറവാതെ അല്ലെങ്കിൽ അയ്വ സൗത്ത് വാദിഹ്. ശരിക്കും മറവാദിഹാണ്. നല്ലോണം ക്ലിയർ ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓക്കെ, തമാം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു നെഗറ്റീവ് വേർഡ്സ് പഠിച്ചേക്കാം. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അടുത്തത് നമ്മള് മൂന്നാളും, അതായത് അതിലുള്ള യാ അഖി, അതായത് ഏതൊക്കെ, ഇഖ്വാൻ, ആഷിഖും റിസ്വാനും മറിയ അല്ലെ, നിങ്ങൾ മൂന്നാളും നമ്പേഴ്സ് നോക്കിയതല്ലേ? യാ അഖി വൈശാഖ്, യെസ് മാം. നമ്പേഴ്സ് അറിയോ? അതൊക്കെയാണോ? അതാണ് നമ്പേഴ്സ്. അതറിയാം. എവിടം വരെ അറിയാം? അഷ്റ വരെ അറിയാം. ആശറ വരെ അറിയാം. തമാം. ഓക്കെ, പിന്നെ 11 പറയാണ് എങ്ങനെ? ആദാശറല്ല, ആദ എന്ന് പറഞ്ഞാൽ ദിസ് ആണ്. ഇത് ഇഹ്ദ ആശർ എന്ന് പറയാം.
ഓക്കെ. 11. പിന്നെ 12 ഇസ്ന അഷർ എന്നാ പറയാം. ഇസ്ന അഷർ. ഓക്കെ 12. ഇനി 13 to 19 ആദ്യം നമ്മള് റൈറ്റ് സൈഡിൽ നമ്പർ പറയാം, 3 പറയാം. 13. പിന്നെ 14 15. ഓക്കെ ഓക്കെ മനസ്സിലായി. 16 17 18 19. പിന്നെ 20ക്ക് സമാനിയ. സമാനിയ 20 അറിയില്ല. 20ക്ക് നമ്മൾ പറയാ ആദ്യം 2 + 10 ആ ഒരു രീതിയിലാ പറയാം. 2 പിന്നെ 10s പറയാം. 2ന് 20 സോറി 20 ആണ്. 12 അല്ല, 20ക്ക് 20. ഓക്കെ ആ ലെറ്റേഴ്സ് മാത്രല്ലേ? ഇത് 20 20. പിന്നെ 30ക്ക് നമ്മൾ പറയാ ആദ്യം 3 പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഊന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ ഈ ഊന് കണ്ടില്ല, ഊന് ഒന്നെങ്കിൽ ഊന് അല്ലെങ്കിൽ ഈന് ഏതെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ 20ക്ക് 20 ആണ്. പിന്നെ അപ്പൊ 30ക്ക് 30. അപ്പൊ 40ക്ക് 50. 60. 70 70 80 80. ഓക്കെ 90 100ന് മിയ. ഓക്കെ. പിന്നെ 200-നാണ് മിഅത്തൈൻ. അപ്പൊ ഈ 21 22 എന്നൊക്കെ പറയുമ്പോ 21 22 എന്ന് പറയുമ്പോ ഇപ്പൊ 21 പറയുകയാണെങ്കിൽ ആദ്യം 1 പറയാം, പിന്നെ 20 പറയാം. വാഹിദ് 20ക്ക് എന്താ? വാഹിദ് വ 20 എന്നാ പറയാം. അതിന്റെ ഇടയിൽ ഒരു ഏജ് പറഞ്ഞിരുന്നപ്പോ പറഞ്ഞിരുന്നു. അതെ. അപ്പൊ ഇവിടെ മിഅത്തൈൻ 200. അപ്പൊ 300-ന് ആദ്യം 3 പറയാ, പിന്നെ 100 പറയാ. സലാസ മിഅ. അതുപോലെ 400 500 600 700 പിന്നെ 1000-ന് 1000. ബാക്കി നാളെ അതൊന്ന് വെയിറ്റ് ചെയ്യട്ടോ, അങ്ങനെയുള്ള ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. മനസ്സിലായി. പിന്നെ 10,000 പറയാണ് ആദ്യം 10 പറയാ, പിന്നെ 1000 പറയാ. 10ന് അഷ്റ. 1000 1000-ന് എന്താ പറഞ്ഞേ? മിയ 100 1000 അൽഫിന്റെ പ്ലൂറൽ ആണ് ആലാഫ്. ഒന്നെങ്കിൽ അൽഫ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആലാഫ് ഉപയോഗിക്കുക. അൽഫ് ഉപയോഗിച്ചാൽ അതെങ്ങനെയാണ്? തൗസൻഡ്സ് ആണ് 10,000. ഓക്കെ. പക്ഷെ അൽഫെന്ന് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സംസാരത്തിൽ അഷ്റ അൽഫെന്ന് പറയാം. അൽഫൂനല്ല, ആലാഫ്. പിന്നെ ഇതെന്താണ്? ഇതെത്ര? അപ്പൊ അതുവരെ എങ്ങോട്ടെ നോക്കി. അല്ല ഞാന് മാം പറയണ കേട്ടോണ്ടിരിക്കാം. അത് ശരി. പ്രസന്റേഷൻ പോയ കാണാനില്ലേ? അല്ല എന്റെ ഇല്ല. ഓക്കെ കാണാൻ. ശരി. എന്താണ് ഇതാണ്? ഇതെത്ര? 100,000. 100,000. അപ്പൊ ആദ്യം 100 പറയാ, പിന്നെ 1000 പറയാം. 100-ന് മിയ. അൽഫ്. മിയ അൽഫ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. 100,000 നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് അറബിയിലും പറയാം. ഇനി നമ്മൾ കുറച്ച് പൊസിഷൻസ് അല്ലെങ്കിൽ ലെവൽ അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ഇപ്പൊ ഇവിടെ തന്നത് കുറച്ച് ഓർഡിനൽ നമ്പേഴ്സ് ആണ്. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്
നമ്മളൊരു സാധനത്തിന്റെ ഓർഡർ അല്ലെങ്കിൽ അത് സാധനം അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഓർഡർ പറയുമ്പോൾ ലെവല് പറയുമ്പോൾ പൊസിഷൻ പറയുമ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയാണ് പറയാം അൽ അവൽ. ഓക്കെ, അൽ വാഹിദ് എന്ന് പറയൂല, അൽ അവൽ. അൽ അവൽ. പിന്നെ സെക്കൻഡിന് അസാനി. അതൊരു ഇതില്ലല്ലോ. അതാണ് ഈ 1, 2 ഒരു കുറച്ച് സ്പെഷ്യലാണ്. എല്ലാ കേസിലും സ്പെഷ്യലാണ് 1, 2. അപ്പൊ അതിന് വേറെ വേറെ വേർഡിന് അൽ അവൽ പിന്നെ അസാനി. ഇത് ഫസ്റ്റ് പൊസിഷൻ, അങ്ങനെ സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറയല്ലോ. അപ്പൊ അത് അൽ അവൽ അസാനി. 3-ന് സലാസ എന്നാ പറയാ, പക്ഷെ പൊസിഷന്റെ കാര്യം പറയുമ്പോ സാലിസ് എന്ന് പറയും. സാലിസ്. പിന്നെ അത് അർബഅനും അർറാബിഅനാവും. ഓക്കെ, അപ്പൊ ഖംസനും അൽ ഖാമസ്. മിസ് മിസ് ഈ സൗണ്ട് ലാസ്റ്റ്. ഓക്കെ, മിസ്. അൽ സാദിസ്. പിന്നെ 7-ന് അൽ സാബിഅ. പിന്നെ 8-ന് അസാമിൻ. 9-ന് ഇവിടെ ഒരു അലിഫും പിന്നത്തെ ലെറ്ററിന് ഒരു കെസ്റ ഇട്ട് കൊടുക്കുക, ഈ സൗണ്ട് ഇട്ട് കൊടുക്കുക. 10-ന് അൽ ആഷിർ. ഓക്കെ, പിന്നെ അത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ് ഇവിടെ തീരും ഇൻഷാല്ലാഹ്. യാ അഖി ആഷിഖ്. ഞാനൊരു നമ്പർ പറഞ്ഞോട്ടോ. എന്താ ഞാൻ ചാറ്റ് ബോക്സിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. 3,450. ഇനി യാ ഉഖ്ത് മറിയം. ഇതെത്ര? തബ്ഹമിയ വ തിസ്സ. കഴിഞ്ഞോ? 709 എന്ന് പറഞ്ഞാല് 709 ആയി. ഇത് 789 ആണ്. തബ്ഹമിയ വ തമാനിയ. വൺസും ടെൻസും ഉള്ളപ്പോ ആദ്യം വൺസ് പറയാ, പിന്നെ ടെൻസ് കൂട്ടിട്ട് പറയാ, 80 പറയാം. ആദ്യം 9 പറഞ്ഞിട്ട് 80 പറയാം. 709 يا أخي رزوان. أيوة. ده ترى. أوكي. 12,000. أحسنت يا أخي ويشاك. Yes ma'am. كم هذا؟ 150,000. 40. 4 إذا نمبر. ألا 5. അലിഫ്. അലിഫ് അല്ല, അലിഫ് വേറാണ്, ഇത് അൽഫാണ്. വാ അത് പറയണ്ട. ഓക്കെ, വാ ഒരു നമ്പർ, അതായത് ഓരോ 1s, 10s, 100,000 ഓരോ പൊസിഷൻ കഴിയുമ്പോഴാണ് പറയാം. ഓക്കെ, ഇവിടെ സിംഗിൾ ഡിജിറ്റ്. യാ അഖി ആഷിഖ്. ഇത് എത്ര? 100,000. 500. 100,000 എന്നിട്ട് 100 പൊസിഷൻ. 500. يا أختي مريا كم هذا؟ كم هذا نرندا؟ എത്ര ഇത്? ഇത് എത്രയാണ്?
നമ്മൾ കം ഹാജാന്ന് കറക്റ്റ് ഇങ്ങോട്ട് ഇട്ട് എഴുതുമ്പോഴാണ് എത്ര ഇത് എന്ന് വരുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് അപ്പുറത്തെ വേർഡ് എഴുതിയിട്ടാണ് പിന്നെ ഇപ്പുറത്തെ വേർഡ് എഴുതാറ് അറബിയിൽ. അപ്പൊ ഇതെത്ര? അശ്റൂൻ അൽഫ് വ അശ്റൂൻ അൽഫോ. 2000 എന്താ പറയാ? 2000 1000 അൽഫ്. അപ്പൊ 2000 അൽഫൈൻ. അഹ്സൻതി. മറ്റേത് 20,000 എത്രയായി? 20,000. എക്സാക്ട്ലി. അനി പറഞ്ഞു. അൽഫൈൻ വ ഇശ്റൂൻ ഹംസ. അതെങ്ങനെ പറയാനാ പറഞ്ഞ ലാസ്റ്റ്? അല്ല 25. ഇശ്റൂൻ വ ഹംസ അങ്ങനല്ലേ? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് തല തിരിഞ്ഞിട്ടാ പറയാ. ആദ്യം വൺസിലെ നമ്പർ പറയാം, എന്നിട്ട് ടെൻസ് പറയാം, 20 പറയാം. 5 + 20. ഹംസ വ ഇശ്റൂൻ. ഓക്കെ. ഇനി അഖി വൈശാഖ്, ഹലോ, ഇതെത്ര? 45,678. 45 കംസ അതന്നെ. ആദ്യം 45,000 പറയാം. കംസ അർബൈൻ. കംസ വ 40 എന്ത്? കംസ 45,000. അൽഫ് എന്ന് പറയൂല. 45,600 അങ്ങനെയല്ല പറയാ. ഓക്കെ. അപ്പൊ അൽഫ്